ഇതേ ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞതിൻ്റെ അലങ്കോലമാണ് ഇത് കാണുന്നത്. നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ, പക്ഷേ അതിൻ്റെ എഫേർട്ട് ഇനി ഇതെല്ലാം മടക്കി വെക്കണം, അതാത് സ്ഥാനത്ത് നല്ല ഭംഗിയിൽ. എന്നും ഇങ്ങനെയാണ്. ആരെങ്കിലും കയറി വന്നാൽ വാതിൽ തുറക്കണേന് മുന്നേ ആദ്യം നോക്കുക നമ്മുടെ സോഫ എങ്ങനെയാണെന്നാണ്. കാരണം മിക്കവാറും ദിവസങ്ങളിൽ ഈ സോഫയിൽ ഈ ഡ്രസ്സുകൾ ഉണ്ടാവും. പിന്നെ ഹാളിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ തയ്യൽ മെഷീൻ ഇരിക്കുന്നത് കണ്ടോ മക്കളെ? അതിൻ്റെ ടൂൾസുകൾ ഇരിക്കുന്നത് കണ്ടോ? ദേ പരത്തിയിട്ടിരിക്കണം. ഇത് നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എണീറ്റ് പോകും. പിന്നെ സ്റ്റിച്ച് ചെയ്തത് വെക്കുന്ന സ്ഥലം കണ്ടില്ലേ, തൂക്കിയിടും. ഇത് ഓരോരുത്തർക്ക് തയ്ക്കാൻ വേണ്ടി തന്നതാണ്. അപ്പം നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വയ്ക്കും. പിന്നെയാണ് പാക്ക് ചെയ്യണത്. പാക്ക് ചെയ്തതുകൊണ്ട് അപ്പം ഇതാണ്, ഇത് ഒരാൾക്ക് കൊടുക്കാനുള്ളതാണ്, മറക്കണ്ടെന്ന് ചോദിച്ചിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എൻ്റെ വീടിനെ കുറിച്ചൊരു ധാരണ കിട്ടിയില്ലേ? അപ്പോൾ കയറി വരുന്നവരുണ്ടെങ്കിൽ ഒരു ക്ലൂ തന്നിട്ട് വരിക, അല്ലെങ്കിൽ ഇതൊക്കെ കാണേണ്ടി വരും. ഫോട്ടോഷൂട്ട് കഴിഞ്ഞതിൻ്റെ അങ്കലാപ്പ്, സ്റ്റിച്ച് ചെയ്തതിൻ്റെ അങ്കലാപ്പ്, ഇത് എൻ്റെ തുണി വയ്ക്കുന്ന റാക്ക് കണ്ടോ? ഇത് ഞങ്ങളുടെ കോണി. ഏകദേശം ഞങ്ങളുടെ രൂപ ഇപ്പോൾ ഒരു തുണിക്കടയായിട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. പിന്നെ വരുന്നത് ഇതാ കണ്ടോ, ഞങ്ങളുടെ മേക്കപ്പ് അലങ്കോലങ്ങൾ, കമ്മലിട്ടത്, മേക്കപ്പ് ഇട്ടത്, ഐലൈനർ ഇട്ടത്, ഇതിങ്ങനെ അലമ്പാണ്. അപ്പോൾ പ്ലീസ് വരുന്നവർ കണ്ടറിഞ്ഞിട്ട് വരണേ. ഇനി എന്തെങ്കിലും കണ്ടാലും ഒന്നും പറയരുത്. അവസ്ഥ ഇതാണ്. ഒരു ദിവസം ലീവ് ഉണ്ടെങ്കിൽ ഇതൊക്കെയാണ് എൻ്റെ പണി. രാത്രി സ്റ്റിച്ചിങ്, രാവിലെ വീഡിയോ, മൾട്ടി ടാലൻറ്റഡ് പേഴ്സണാണ്. എന്താ ചെയ്യുക, ഒരിത്തിരി ജീവിതമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടാണോ? എവിടെ എത്തുമെന്ന് അറിയില്ല. പക്ഷേ ഞാൻ ഓടാണ്ടിരിക്കൊന്നുമില്ല കേട്ടോ. കുറേ പ്രതിസന്ധികളൊക്കെ വന്നിട്ടുണ്ട്. തളർത്താൻ ഒരുപാടുണ്ട് നമുക്ക്, പക്ഷെ അതൊന്നുമില്ല, തളരില്ല. വണ്ടി ഓടും, വീണാലും ഓടും. നിങ്ങളെങ്ങനെയാ? നമ്മളെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ബിസി ആയിട്ടിരിക്കുന്നതാണ് എൻ്റെ ഹാപ്പിനെസ്. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഫോണ് കളിക്കും, നമ്മുടെ മൈൻഡ് ആകെ മാറും, നമുക്ക് മടി പിടിക്കും. പക്ഷെ നമ്മൾ രാവിലെ എണീക്കണോ, വീട്ടിലെ പണി ഒരുക്കണോ, ഡ്യൂട്ടിക്ക് പോകണോ, ഡ്യൂട്ടീൻ്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ എനിക്കിങ്ങനെ കസ്റ്റമർ വിളിക്കണം, അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. മിക്കവാറും തിരക്കായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഫോൺ നോക്കും, മെസ്സേജുകളെല്ലാം നോക്കും, അവർക്ക് റിപ്ലൈ കൊടുക്കും. പിന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ളത് ചെറുത് കിട്ടും, അപ്പം അത് സ്റ്റിച്ച് ചെയ്യും. എനിക്ക് പറ്റാത്തത് എൻ്റെ ചേച്ചി, അവിടെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട്, അവരൊക്കെ എന്നെ സഹായിക്കും. അപ്പം ഞാൻ അങ്ങോട്ട് പാർസൽ ചെയ്യും. പാർസൽ ചെയ്യുന്നത് കൊണ്ടുവരാനും ചേച്ചിയുടെ മക്കളുണ്ട്, അവരെന്നെ സഹായിക്കും. അവർ കൂടാണ്ട് ചില സമയത്ത് ഞങ്ങൾ ബസ്സിൽ ഏൽപ്പിക്കും. കുറേ പേരുടെ സഹായം കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത് കേട്ടോ. ഹാർഡ് വർക്ക് ചെയ്യണം എനിക്ക് നല്ല ഇഷ്ടമാണ്. വെറുതെ ഇരിക്കുന്നതിനേക്കാൾക്ക് എനിക്ക് ഇഷ്ടം വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് നമുക്ക് എനർജി. അപ്പം നമ്മൾ തളരില്ല. തളർത്താൻ ഒരുപാട് പേര് ശ്രമിച്ചാലും തളരില്ലടോ, ഓടും. എവിടെ എത്തും, എങ്ങനെ എത്തുമെന്നൊന്നും അറിയില്ല, പക്ഷേ ഓടും. അപ്പോൾ എൻ്റെ ചെറിയൊരു ജീവിതശൈലി എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതൊക്കെ തന്നെയാണോ? പക്ഷെ ഞാൻ ഹാപ്പിയാണ്. ഒറ്റയടിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതം എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഹാപ്പി. പ്രസാദം, കുട്ടികൾ, അടിപിടി, വഴക്ക്, അതൊക്കെ സ്വാഭാവികം. അതതിൻ്റെ ഇടയിൽ കൂടെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷേ ഓക്കെയാണ്. ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടോ, കുറച്ച് മാസങ്ങളായിട്ട് ഒരുപാട് സങ്കടമാണ്. പക്ഷെ അതൊന്നും മറക്കാൻ പറ്റാത്തതാണ്. അതൊന്നും ജീവിതത്തിൽ ഇനി ഞാൻ എത്ര ഹാപ്പിയാണെന്ന് പറഞ്ഞാലും അതെൻ്റെ മനസ്സിൽ അങ്ങനെ കിടക്കുക. അതൊന്നും ഒരിക്കലും മാറില്ല. അത്രയും വിഷമമുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞപ്പോൾ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ഷെയർ ചെയ്യണില്ല. അപ്പം എൻ്റെ ഹാപ്പി മൂഡ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. എൻ്റെ ചെറിയൊരു ലൈഫ് ഏകദേശം ഒക്കെ മനസ്സിലായിട്ടില്ലേ? ഓട്ടത്തിലാണോ, ഇത് എവിടെ എത്തുമെന്ന് അറിയില്ല. കൂടെ നിങ്ങളുണ്ടെങ്കിൽ ഞാൻ റെഡി. ബൈ.